കരുനാഗപ്പള്ളിയിൽ കടുത്ത വിഭാഗീയതയെന്ന് CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ പ്രവർത്തന റിപ്പോർട്ട്. ബ്രാഞ്ച് ലോക്കൽ സമ്മേളനങ്ങളിൽ ചേരിതിരിവ് പ്രകടമായി. വ്യക്തിതാൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ മത്സരം നടന്നു. കുലശേഖരപുരം സൗത്ത് ലോക്കൽ സമ്മേളനത്തിൽ നടന്നത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെ കടുത്ത നടപടിയുണ്ടാകുമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. CPM ജില്ലാ സെക്രട്ടറി S. സുദേവനാണ് റിപ്പോർട്ട് അവതരിപ്പിച്ചത്. ലിജോ റോളൻസ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകും. ലിജോ, കരുനാഗപ്പള്ളിയിലെ വിഭാഗീയത നമുക്കറിയാവുന്നത് തന്നെയാണ്. ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ പരാമർശിക്കുന്നു? അമൃത, കൊല്ലം ജില്ലാ സമ്മേളനവുമായി ബന്ധപ്പെട്ട പ്രവർത്തന റിപ്പോർട്ടാണ് ഏകദേശം 1 മണിയോട് കൂടെ അവതരിപ്പിച്ചു തുടങ്ങിയത്. കൊല്ലം ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള സുദേവനാണ് റിപ്പോർട്ട് അവതരിപ്പിക്കുന്നത്. അതിലാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് പോലെ തന്നെ കരുനാഗപ്പള്ളിയിലുണ്ടായ വിഭാഗീയതയും കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി പിരിച്ചുവിടേണ്ട ഒരു സാഹചര്യത്തെക്കുറിച്ചെല്ലാം വ്യക്തമായി പറയുന്ന കാര്യങ്ങളാണ്. അതായത് പേജ് നമ്പർ 525 മുതൽ തുടങ്ങുന്ന കാര്യത്താണ് കരുനാഗപ്പള്ളിയിലെ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഏരിയ കമ്മിറ്റിക്ക് പ്രവർത്തിക്കാൻ, അതായത് അവിടുത്തെ നിയന്ത്രിക്കാൻ കഴിയാത്തൊരവസ്ഥ വന്നതുകൊണ്ടാണ് ഏരിയ കമ്മിറ്റി പിരിച്ചുവിട്ട ഒരു സാഹചര്യത്തിലേക്ക് പോയത്. മാത്രവുമല്ല, ഒരു കാരണവശാലും CPM പോലൊരു സംവിധാനത്തിൽ അംഗീകരിക്കാൻ കഴിയാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നത്. അതിൽ തന്നെ എടുത്തു പറയുകയും ചെയ്യുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് വ്യക്തി താല്പര്യങ്ങൾ അവിടെ വിഭാഗീയത പ്രവർത്തനങ്ങളിലേക്ക് നയിക്കുകയും അതാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയും ചെയ്യുന്നുള്ള ഒരു കാര്യമാണ് എടുത്തു പറയുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കുലശേഖരപുരം സൗത്തിലായിരുന്നു ഏറ്റവും അധികം പ്രശ്നങ്ങൾ ഉണ്ടാവുകയും കയ്യേറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക്, അതായത് വാക്കേറ്റവും കയ്യേറ്റവും ഉണ്ടാവുകയും സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ആ കാര്യങ്ങൾ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് നേരെ പോലും നടന്നുപോയ കാര്യങ്ങളെന്നാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ ലോക്കൽ സമ്മേളനത്തിലെത്തിയ പ്രതിനിധികളിൽ പലരും തന്നെ പൊടിപ്പും തൊങ്കലും വെച്ച് വാർത്തകളെല്ലാം തന്നെ പുറത്തേക്ക് എത്തിക്കാനും അതൊക്കെ പ്രചരിപ്പിക്കാനായിട്ട് ഒരു ശ്രമം നടന്നു. ഇത് മുൻപും കേട്ടുകേൾവിയില്ലാത്ത കാര്യങ്ങളായിരുന്നു എന്നുള്ള കാര്യം പറയുന്നുണ്ട്. പ്രശ്നങ്ങൾ സൃഷ്ടിച്ചവർക്കെതിരെ കടുത്ത നടപടി ഉണ്ടാകുമെന്നുള്ള ഒരു താക്കീതും, അതായത് അത്തരത്തിലുള്ള ഒരു കാര്യം പ്രവർത്തന റിപ്പോർട്ടിന്റെ ഒപ്പം തന്നെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. റിപ്പോർട്ടിന് മേലുള്ള ചർച്ച ഇന്ന് വൈകിട്ട് ആരംഭിക്കുകയും ചെയ്യും. സംസ്ഥാന സെക്രട്ടറി തന്നെ എത്തി ഇത്തരത്തിൽ ഈ കാര്യങ്ങൾക്ക്, അതായത് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ഉള്ള ഒരു നിർദ്ദേശം നൽകിയിട്ട് പോലും അത് പരിഹരിക്കാൻ തയ്യാറാകാതെ വന്നു. ഈ ചേരിതിരിഞ്ഞുകൊണ്ട് നേതാക്കൾ ചേരിതിരിഞ്ഞുകൊണ്ട് അവിടെ, അതായത് ചേരിതിരിഞ്ഞുകൊണ്ട് ഒരു മത്സരവും, ആ മത്സരമാണ് വിഭാഗീയതയ്ക്ക് പ്രധാനമായി കാരണമായി പറയുന്നത്. അത് ഈ ലോക്കൽ സമ്മേളനങ്ങളിൽ മാത്രമല്ല, ബ്രാഞ്ച് സമ്മേളനങ്ങൾ ഉൾപ്പെടെയുള്ളവിടത്ത് നിന്നും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. മാത്രവുമല്ല, മറ്റൊരു കാര്യം പറയുന്നത് ഈ കൊല്ലത്ത്, അതായത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വലിയൊരു തോൽവിയാണ് കൊല്ലത്തുണ്ടായത്. ആ തോൽവി സംബന്ധിച്ച കാര്യങ്ങളും പറയുകയും ചെയ്തിട്ടുണ്ട്. ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് അവിടുത്തെ ഒരു റിപ്പോർട്ട്, അവിടുത്തെ റിപ്പോർട്ട് അവതരിപ്പിക്കുന്ന ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു തെരഞ്ഞെടുപ്പ് പരാജയം സംബന്ധിച്ച്. ആ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കീഴ്ഘടകങ്ങൾ പ്രവർത്തനങ്ങളുമായി യാതൊരു തരത്തിലുള്ള ബന്ധവും ഇല്ലാത്തതായിരുന്നു എന്നാണ് ഈ റിപ്പോർട്ടിനെ കുറിച്ച് വരുന്നത്. മാത്രവുമല്ല, ഈ ജില്ലാ സെക്രട്ടറി അല്ലെങ്കിൽ ജില്ലാ കമ്മിറ്റി പൂർണ്ണമായും കൂട്ടായ ഒരു പ്രവർത്തനമാണ് നടങ്ങിയിരുന്നത്. ആദ്യഘട്ടത്തിലൊക്കെ പല ബ്രാഞ്ചുകളിലും ഉയർത്തുന്ന ഒരു വിമർശനം, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2 തട്ടായി നിന്നുകൊണ്ട് ജില്ലാ ഘടകം പ്രവർത്തിച്ചു, അതായത് ജില്ലാ കമ്മിറ്റി പ്രവർത്തിച്ചു എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. അതിനെല്ലാം അമ്പാടെ തള്ളുന്ന രീതിയിലുള്ള ഒരു കാര്യമാണ് ഈ റിപ്പോർട്ടിൽ വന്നിരിക്കുന്നത്. മറ്റൊരു കാര്യം പ്രധാനമായും പറഞ്ഞിരിക്കുന്നത് BJPയുടെ വളർച്ചയെ സംബന്ധിച്ചാണ്. BJPയുടെ വളർച്ചയെ വളരെ ഗൗരവമായി തന്നെ കാണേണ്ട ഒരു സാഹചര്യമാണുള്ളത്. കാരണം ഓരോ ബൂത്തിലും 150ഓളം വോട്ടുകളാണ് BJPക്ക് അധികമായി വന്നിരിക്കുന്നത്. അതിനെല്ലാം ഗൗരവത്തോട് കണ്ട് പാർട്ടി കൃത്യമായി അതിനെക്കുറിച്ച് പഠിച്ചില്ല എന്നുണ്ടെങ്കിൽ കൂടുതൽ തിരിച്ചടികൾ നേരിടുമെന്നുള്ള ഒരു കാര്യവും പറയുന്നുണ്ട്. ഇനി വൈകുന്നേരത്തോടു കൂടെ കൃത്യമായ ഗുരുതരമായ പരാമർശങ്ങൾ തന്നെയാണ് ഇപ്പോൾ പ്രവർത്തന റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ റിപ്പോർട്ടിന്മേലുള്ള ചർച്ചയൊക്കെ എപ്പോഴായിരിക്കും ലിജോ നടക്കുക? അല്പസമയത്തിനകം ഇവർ ഭക്ഷണം കഴിക്കാനായി പിരിയും. അതിനുശേഷമായിരിക്കും ഈ റിപ്പോർട്ടിന്മേലുള്ള ഒരു ചർച്ച ആരംഭിക്കുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം ചർച്ചയല്ല, അവർ അതിനെ തിരിഞ്ഞോട്ട് ആദ്യം 17 ഏരിയ കമ്മിറ്റികളാണുള്ളത്, 450 പ്രതിനിധികളുണ്ട്. അപ്പോൾ അവർ ആ 17 പേർ ചേർന്നുകൊണ്ട് ഈ ഒരു പ്രവർത്തന റിപ്പോർട്ടിനെ കുറിച്ച്, ജില്ലാ സെക്രട്ടറി സമർപ്പിച്ചിരിക്കുന്ന ആ പ്രവർത്തന റിപ്പോർട്ടിനെ കുറിച്ച് കൃത്യമായി ആ കാര്യങ്ങളെ കുറിച്ച് എന്തൊക്കെ കാര്യങ്ങളാണ്, അതിൽ എന്താണ് ഓരോ ഏരിയ കമ്മിറ്റികൾക്കും പറയാനുള്ള കാര്യങ്ങൾ, അത്തരത്തിലുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം കൃത്യമായി അവർ ചർച്ച ചെയ്യും. ചർച്ച ചെയ്തതിന് ശേഷം വൈകുന്നേരത്തോടു കൂടെ ആയിരിക്കും ആ ചർച്ച, അവർ ആലോചിച്ച കാര്യങ്ങളിൽ അതിനുശേഷം ആ കാര്യങ്ങൾ, അതായത് ഓരോ ഏരിയ കമ്മിറ്റിക്കും ഈ റിപ്പോർട്ടിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്, അതിൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കലുകൾ വരുത്തണമോ, അതിലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും മാറ്റണമോ, ആ സമയത്തെല്ലാം ഏറ്റവും അധികം കാത്തിരിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഏരിയ കമ്മിറ്റി അമ്പാടെ പിരിച്ചുവിടുന്ന ഒരു നടപടി എന്ന് പറയുന്നത് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാന കാര്യം. അത് പ്രതീക്ഷിക്കാത്തത് കൊണ്ട് തന്നെ അവർ അത്തരത്തിൽ അതിനെതിരെ ഒരു വിമർശനം ഉയരുമെന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. മാത്രവുമല്ല, ഈ കൊല്ലത്തെ
അതായത് കൊല്ലം MLA ആയിട്ടുള്ള M മുകേഷ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ നേരത്തെ തന്നെ ജില്ലാ സെക്രട്ടേറിയറ്റിലും ഒപ്പം തന്നെ CPയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു ബാക്കി ഉണ്ടാവുകയെന്ന് കരുതുന്നുണ്ട്. കാര്യം നേതാക്കളുമായി കൃത്യമായൊരു ബന്ധമില്ല, ആരാണ് കൃത്യമായ ഒരു സംസ്ഥാന കമ്മിറ്റി നേതാക്കൾ ആരാണെന്ന് കൃത്യമായ ഒരു ധാരണയിൽ അത്തരത്തിലുള്ള ഒരാളെ മത്സരിപ്പിച്ചത് എന്ത് അടിസ്ഥാനത്തിലുള്ള ചോദ്യങ്ങളൊക്കെ വരുന്നിരുന്നു. അതിൻ്റെ ബാക്കി ഇവിടെയും കൂടെ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെ ആയിരിക്കും. എന്തായാലും ഈ കഴിഞ്ഞ സമ്മേളനത്തിന് ശേഷം കൊല്ലവുമായി ബന്ധപ്പെട്ട് നടന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ പല തട്ടിൽ നിന്നുകൊണ്ട് നേതാക്കൾ പല തട്ടിൽ നിൽക്കുന്നതായി, അതായത് ജില്ലാ നേതൃത്വത്തിൽ തന്നെ സമാന്തരമായ രീതിയിൽ ഒരു ഭരണം നടക്കുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ആരോപണം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഏരിയ സമ്മേളനത്തിന് എത്തിയിരിക്കുന്ന പ്രതിനിധികളോട് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അക്കാര്യങ്ങളിലെല്ലാം തന്നെ തീർച്ചയായിട്ടും വിശദമായ ഒരു ചർച്ചയായിരിക്കും നടക്കുക. നാളെ ഇതിന്മേൽ കൂടുതൽ, അതായത് നാളത്തെ ദിവസം ഈ ചർച്ച പൂർണ്ണമായിട്ടായിരിക്കും ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അമൃത. ശരി, ലിജോ റോളൻസാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.